അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ബഹ്ജത്തുൽ അത്ഫാൽ എന്ന പേരിൽ വിസ്ഡം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് മദ്രസ തലങ്ങളിൽ പുതിയ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരിക്കും. എന്താണ് ബഹ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന്. ഈ ഒരു വീഡിയോയിൽ ബഹ്ജയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബഹ്ജത്തുൽ അത്ഫാൽ എന്ന് പൂർണ്ണ നാമം നൽകിയിട്ടുള്ള ഈ പദ്ധതി ബഹ്ജ എന്ന ചുരുക്കപ്പേരിലാണ് നമ്മൾ പറയാറുള്ളത്. ബഹ്ജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് അറബി ഭാഷ, അതിൻ്റെ തജ്വീദ്, മഖ്റജ് എന്നിത്യാദി കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ എവിടെ നിന്നും പാരായണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ബഹ്ജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ്ഡം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകളിലെല്ലാം ഒന്നാമത്തെ ക്ലാസ്സായി ബഹ്ജ ആരംഭം കുറിക്കുകയാണ്. എല്ലാ മദ്രസകളിലും ഇനി ബഹ്ജയിലാണ് നാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. 4 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്കാണ് ഇവിടെ പ്രവേശനം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബഹ്ജ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും അതിൻ്റെ തുടർച്ചയായി 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒരു കുട്ടി ബഹ്ജയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ എവിടെ നിന്നും ആ കുട്ടി പാരായണം ചെയ്യാൻ പ്രാപ്തനാകുമെന്നാണ്. ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 ക്ലാസ്സുകളിൽ പഠിക്കുന്നതോടുകൂടെ വിശുദ്ധ ഖുർആൻ കൈകളിൽ നൽകിയാൽ എവിടെ നിന്നും വായിക്കാൻ, അത് പാരായണം ചെയ്യാൻ ആ കുട്ടി പ്രാപ്തനാകുമെന്നുള്ളതാണ് ബഹ്ജ കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. ബഹ്ജ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ച മദ്രസകളിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, 1-ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള കുട്ടികൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പദ്ധതി വിജയിച്ച ഒരു പദ്ധതിയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വർഷം, ഈ ജൂൺ മാസത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മുഴുവൻ മദ്രസകളിലേക്കും ഇത് വ്യാപിപ്പിക്കുവാനാണ് വിദ്യാഭ്യാസ ബോർഡ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടുന്ന നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയെ അതിന് നമ്മൾ പ്രാപ്തനാക്കുകയാണ്. അതിനുവേണ്ടി നാം പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അൽ ഖാഇദത്തുൽ ഹികമിയ്യ എന്ന ഗ്രന്ഥം. ആ പുസ്തകം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിലെ അതിലെ പദങ്ങൾ, അക്ഷരങ്ങൾ അതെല്ലാം എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണോ അത് പ്രയോഗിക്കേണ്ടത്, അതിന് ഓരോ രൂപങ്ങൾ, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണോ, വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ രൂപത്തിലാണോ അറബി ഭാഷയുടെ പദങ്ങളും രൂപങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, അതെല്ലാം കുട്ടി വായിക്കാൻ പ്രാപ്തനാകുന്നു എന്നതാണ് അൽ ഖാഇദത്തുൽ ഹികമിയ്യ എന്ന ഒരു പുസ്തകത്തിലൂടെ കുട്ടി സഞ്ചരിക്കുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബഹ്ജയിൽ ഈ കുട്ടി അതിനെ തുടർന്ന് പഠിക്കുന്ന 2 ഭാഗങ്ങൾ, ഒന്ന് അൽ കലിമാതു മിനൽ ഖുർആനിൽ കരീം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതോടൊപ്പം അത്തുഹ്ഫ ലിൽ അത്ഫാലി വസ്സിഗാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും. ഈ 3 പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ മനോഹരമായി വിശുദ്ധ ഖുർആനും അറബി ഭാഷയും പഠിക്കാനും അത് വായിക്കാനും അത് പാരായണം ചെയ്യാനുമൊക്കെ കുട്ടിയെ പ്രാപ്തനാക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ തന്നെ നിത്യജീവിതത്തിൽ ഒരു കുട്ടി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ അത് പ്രായോഗികാർത്ഥത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നിർബന്ധമായും ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ടുന്ന അഖീദപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, സ്വഭാവപരമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിത്തറ ഈ ബഹ്ജയിലൂടെ വരുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഹ്ജ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തോടുകൂടെ മദ്രസകളിൽ നിന്ന് നാം ദീർഘകാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പരാതികൾക്കുള്ള പരിഹാരമായിരിക്കും ബഹ്ജ എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കയറിപ്പോകുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് വർക്ക്ഷീറ്റുകളും അതുപോലെ തന്നെ ഡയറി തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ടി മാത്രം യൂണിഫോം അടക്കം തയ്യാറാക്കി ആ ഒരു മാതൃകാ വിദ്യാർത്ഥി സമൂഹത്തെ ബഹ്ജയിലൂടെ നമ്മൾ വാർത്തെടുക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആരംഭിച്ച ഇടങ്ങളിൽ അത് വൻ വിജയവുമായി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ബഹ്ജ ഈ ലക്ഷ്യം നേടും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിന്
കൃത്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. ഒന്നാമതായി, ബഹ്ജ ആരംഭിക്കണമെങ്കിൽ ഏത് രൂപത്തിലുള്ള ക്ലാസ് റൂമുകളായിരിക്കണമെന്നും ആ ക്ലാസ് റൂമുകളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ഓഡിയോ വിഷ്വൽ സൗകര്യങ്ങളുള്ള കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് ഇരിക്കാൻ കഴിയുന്ന വളരെ കളർഫുള്ളായ ചുമരുകളും മറ്റുമൊക്കെ വ്യത്യസ്തമായ അറിവുകളാൽ, ചിത്രങ്ങളാൽ കുട്ടികൾക്ക് അറിവ് സ്വാംശീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ് റൂമുകളായിരിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനും അവരുടെ ആ പ്രായത്തിൽ ഇടപഴകാൻ ആവശ്യമായ സംവിധാനങ്ങൾ, കളിക്കോപ്പുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇടമായിരിക്കണം ബഹ്ജയ്ക്കു വേണ്ടി തയ്യാറാക്കേണ്ടത് എന്നതാണ് ബഹ്ജയുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം അതിലെ അധ്യാപികമാരാണ്. അതിലെ അധ്യാപികമാരാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം നമ്മൾ നൽകുന്നില്ല. മറിച്ച് അതിനുവേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള BTTC കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് 16 ദിവസം താമസിച്ച് പഠിച്ച് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. അവിടെ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പല പരീക്ഷകൾ അതോടൊപ്പം പാസ്സാകാനുണ്ട്. ഇങ്ങനെയെല്ലാം പ്രാക്ടിക്കലായി നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ കോഴ്സാണ്, 16 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു കോഴ്സാണ് അതിനുവേണ്ടി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആ കോഴ്സിൽ പങ്കെടുത്ത് അതിലെ പരീക്ഷയിൽ വിജയിച്ച ഒരു അധ്യാപികയ്ക്ക് മാത്രമേ ഒരു ബഹ്ജയിൽ അധ്യാപനം നിർവഹിക്കാൻ പാടുള്ളൂ. ഒരു അധ്യാപികയുടെ കീഴിൽ 20 കുട്ടികൾക്കാണ് ഒരു ക്ലാസ്സിൽ നമ്മൾ അഡ്മിഷൻ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ നിയമാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരധ്യാപിക 20 കുട്ടികളെ മനോഹരമായി ചേർത്തുപിടിച്ച് വളർത്തി വലുതാക്കുന്ന ഒരു സാഹചര്യം ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചകൾ വിദ്യാഭ്യാസ ബോർഡ് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എന്താണ് ബഹ്ജ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അനേകം പരാതികൾക്കുള്ള ഒരു പരിഹാരമാണ് ബഹ്ജ. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് നമ്മുടെ മദ്രസ സംവിധാനത്തിൻ്റെ ആരംഭഘട്ടമായി കാണുന്നത് ബഹ്ജയാണ്. അതിലൂടെ അടുത്ത ഒരു തലമുറ ആത്മാഭിമാന ബോധമുള്ള, അറിവുള്ള, പൊതുസമൂഹത്തിന് നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന കനപ്പെട്ട ഒരു സംഭാവനകളായി നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അതിൻ്റെ അഡ്മിഷൻ കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് പരിസരത്തുള്ള വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് അഡ്മിഷനുകൾ എടുക്കാൻ തയ്യാറാവുക. നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്കു വേണ്ടി നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതാവസാന ഘട്ടങ്ങളിൽ അരികത്ത് ചേർന്നിരിക്കുന്ന, നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ ഖബറുകളിലേക്ക് പുണ്യങ്ങൾ വാരി വിതറാൻ പ്രാപ്തരാകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്വപ്ന പദ്ധതിയാണ് ബഹ്ജ. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം, സഹകരണങ്ങൾ ഉണ്ടാകണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അറിയിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം പൂർത്തീകരിക്കാൻ ബഹ്ജയുടെ പ്രതിനിധികൾക്ക്, അതിന് പിന്നണി പ്രവർത്തകരായുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഒരു മാതൃകായോഗ്യരായ ഒരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.